അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുവിൻ. അവരെ ഈ വേലയ്ക്ക് ആക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു. ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. വചന ഘോഷണത്തിനെതിരെയുള്ള പിറുപിറുപ്പ് എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കുടപ്പിറപ്പുകളെ, ആത്മീയ നിലവാരങ്ങൾക്കും ആത്മീയ ശുശ്രൂഷകൾക്കും ആത്മീയ വളർച്ചയ്ക്കുമെതിരെ ഉയർത്തപ്പെടുന്ന ഏത് പ്രശ്നങ്ങളും ആത്മനിറവ് കൊണ്ട് പരിഹരിക്കപ്പെടേണ്ടതാണ്. ഒരുവന്റെ ആത്മീയ അഭിവൃദ്ധിക്കും ദൈവസഭയുടെ വളർച്ചയ്ക്കുമെതിരെ സാത്താൻ വിവിധ നിലയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ആ പരീക്ഷകൾ ജഡീയ തീരുമാനങ്ങൾ കൊണ്ടല്ല തീർപ്പ് കൽപ്പിക്കേണ്ടത്, ആത്മീയ താല്പര്യങ്ങൾ കൊണ്ടാകണം അവയെ നാം നേരിടേണ്ടത്. ഇവിടെ ആത്മീയ ശുശ്രൂഷകൾക്കും ആത്മീയ ശുശ്രൂഷകർക്കും എതിരെ ദൈവമക്കളുടെ ഇടയിൽ ഒരു പ്രശ്നം പിശാചിനാൽ ഉയർത്തപ്പെടുകയാണ്. എബ്രായ വിധവമാരും യവനായ വിധവമാരും തമ്മിൽ ഒരു പിറുപിറുപ്പിന്റെ പോര് ഉളവാക്കപ്പെടുന്നു. അവിടെ ഭക്ഷണമേശയിലെ ശുശ്രൂഷയിൽ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിക്കുന്നു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. ഇവിടെയും ഭക്ഷണകാര്യത്തോടുള്ള ബന്ധത്തിൽ ഉളവാക്കപ്പെട്ട ഒരു പ്രശ്നമാണ് ഉയർന്നു വന്നത്. പ്രിയരെ, എക്കാലത്തും വ്യക്തികളുടെ പതനവും കുടുംബങ്ങളുടെ പതനവും കൂട്ടായ്മയുടെ പതനവും ഒക്കെ സാത്താൻ ലക്ഷ്യമിടുന്നുണ്ട്. അതിനായി അവൻ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുമുണ്ട്. ആത്മീയരായ ദൈവമക്കൾ ഇത് തിരിച്ചറിഞ്ഞ് ആത്മീയ വിവേകത്തോടെ ഈ തന്ത്രങ്ങളെ നേരിട്ട് വിജയം കൈവരിക്കുന്നവരായി വേണം മുൻപോട്ട് നയിക്കപ്പെടേണ്ടത്. അപ്പോസ്തലന്മാരുടെ ആത്മശക്തിയും പ്രാർത്ഥനാ ജീവിതവും വചന ശുശ്രൂഷയും അവർ ശ്രദ്ധിക്കാതെ സഭയിൽ ഉണ്ടായിരിക്കുന്ന ഭക്ഷണ വിളമ്പിനെ ചൊല്ലി ഉടലെടുത്തിരിക്കുന്ന ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ശുശ്രൂഷ നിർത്തി അവർ തന്നെ തുനിഞ്ഞിറങ്ങണം എന്ന ശത്രുവിൻ്റെ തന്ത്രത്തെ ആത്മാവിൽ വിവേചിച്ചറിഞ്ഞ് അവർ ആത്മാവിൽ തന്നെ അതിനെ നേരിട്ടു. പിശാചിന്റെ ലക്ഷ്യം വേലയിൽ നിന്ന് അവരുടെ ശ്രദ്ധ തിരിക്കുക എന്നുള്ളതായിരുന്നു. തന്ത്രമൊരുക്കാൻ പിശാച് ഉപയോഗിച്ച മാധ്യമം ഭക്ഷണമായിരുന്നു. ഭക്ഷണം വിളമ്പുന്നതിൽ
അതിനുവേണ്ടി നിന്നിരുന്ന എബ്രായ ഭാഷക്കാർ യവനായ വിധവമാരെ അവഗണിക്കുന്നു എന്ന പരാതി ഒരു പ്രശ്നമായി തന്നെ ഉയർന്നു വന്നു. കർത്താവിൻ്റെ കൂടെയുണ്ടായിരുന്ന ശുശ്രൂഷ യാത്രകളിൽ വിവിധ സന്ദർഭങ്ങളിൽ അനേകായിരങ്ങൾക്ക് ഒരു നിലയിലുള്ള പരാതിയും ഉയരാത്ത വിധത്തിൽ ഭക്ഷണം വിളമ്പി പരിചയസമ്പന്നതയുണ്ടായിരുന്ന അപ്പോസ്തലന്മാർ തന്നെ ഇവിടെ പ്രശ്നം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി സ്ഥിരം വിളമ്പുകാരായിക്കൊള്ളും എന്ന പിശാചിന്റെ തന്ത്രം തിരിച്ചറിഞ്ഞ അപ്പോസ്തലന്മാർ പിശാചിനെ തോൽപ്പിച്ചു. ഈ കാലത്തിലും പിശാച് ദൈവിക ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുന്ന ശുശ്രൂഷകന്മാരെ ഈ വിധം ലക്ഷ്യമിടുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയണം. പഴയകാല അനുഭവങ്ങളും പരിചയങ്ങളും ഓർമ്മിപ്പിച്ച് അതുപയോഗിക്കുവാനും അനുഭവിക്കുവാനും പ്രേരിപ്പിച്ച് തങ്ങളുടെ ശുശ്രൂഷ ദൗത്യ നിർവഹണത്തിൽ നിന്നും അവരെ പരാജയപ്പെടുത്തുവാനുള്ള പൈശാചിക തന്ത്രങ്ങൾ വ്യക്തമായി വിവേചിച്ചറിഞ്ഞ് അതിനെ പോരാടി പരാജയപ്പെടുത്തണം. ദൈവമക്കൾ ആത്മീയ നിലവാരമുള്ള ഏത് കാര്യം ചെയ്താലും ഒരുപക്ഷെ സാത്താൻ തടയുവാൻ തുനിയുകയില്ല. എന്നാൽ വചനധ്യാനവും പ്രാർത്ഥനയും വചന കേൾവിയും വചന പ്രഘോഷണവും അവൻ തടയുവാൻ ആകുന്ന തന്ത്രങ്ങൾ മെനഞ്ഞുണ്ടാക്കും. അപ്പോസ്തലന്മാരിൽ നിന്നും പിശാച് പ്രതീക്ഷിച്ചത് അതായിരുന്നു. എന്നാൽ അവൻ നിരാശനാകേണ്ടി വന്നു. പിശാച് നിരാശനായി. അപ്പോസ്തലന്മാർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി തങ്ങൾ ഈ വിഷയത്തിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് അവരെ പറഞ്ഞു കേൾപ്പിച്ചു. ഞങ്ങൾ ദൈവവചന ഘോഷണം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. അവരെ ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ആ വേലയ്ക്കാക്കി വയ്ക്കാം. ഞങ്ങൾ പ്രാർത്ഥനയിലും വചനഘോഷണത്തിലും ഊറ്റിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടിയ ശുശ്രൂഷകൾ നിങ്ങൾ തന്നെ ചെയ്യുക. ഞങ്ങൾ ചെയ്യേണ്ടതായ ശുശ്രൂഷ ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾ ചെയ്യും. അതിൽ നിന്ന് ഞങ്ങൾ വിട്ടിറങ്ങി വരികയില്ല. അങ്ങനെ ഈ പിറുപിറുപ്പിന് കാരണമായ പ്രശ്നം പരിഹരിക്കുവാൻ ഇടയാകും എന്നാണ് അപ്പോസ്തലന്മാർ ആ കൂട്ടത്തോട് ഓർമ്മിപ്പിക്കുവാൻ പറയുവാൻ ഇടയായത്. ഈ ക്രമീകരണത്തിൽ കൂടി ആ പ്രശ്നം പരിഹരിച്ചു എന്ന് മാത്രമല്ല, ശത്രുവിൻ്റെ ഗൂഢപദ്ധതിയെ തകർത്തു കളയുകയും ചെയ്തതിന്റെ ഗുണം സഭയ്ക്കുണ്ടായി. തിരുവചനം യെരുശലേമിൽ എങ്ങും പരന്നു. ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി എന്ന ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. ഈ വിടുതൽ, ഈ സഭാ വളർച്ച, ശുശ്രൂഷയുടെ മുന്നേറ്റം മുന്നമേ കണ്ടിട്ടാണ് സാത്താൻ തൻ്റെ അടവും തന്ത്രവും വിധവമാർ തമ്മിലുള്ള പിറുപിറുപ്പിലൂടെ ഭക്ഷണ വിതരണത്തിലൂടെ പ്രാവർത്തികമാക്കിയത്. ഈ തന്ത്രത്തിലൂടെ, ഈ പിണക്കത്തിലൂടെ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയെ തടയുക, വചനഘോഷണം തടസ്സപ്പെടുത്തുക എന്നതും പിശാചിന്റെ ലക്ഷ്യമായിരുന്നു. എന്നാൽ ആത്മാവിൽ അത് വിവേചിച്ചറിഞ്ഞ പിശാചൊരുക്കുന്ന തന്ത്രത്തെ, ഗൂഢതന്ത്രത്തെ ആത്മാവിൽ കണ്ട തിരിച്ചറിഞ്ഞ് അതിനെ പരാജയപ്പെടുത്തിയ അപ്പോസ്തലന്മാർ, അവർ ദൈവജനത്തിന് ശിഷ്യഗണങ്ങൾക്ക് കൊടുത്ത നിർദ്ദേശം അത് അവരനുസരിച്ചതിന്റെ വെളിച്ചത്തിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെട്ടു. സഭ വളരുവാൻ, ആത്മാക്കൾ വിടുവിക്കപ്പെടാൻ, അപ്പോസ്തലന്മാർ ശുശ്രൂഷയിൽ മുന്നേറുവാൻ ഇടയായിത്തീർന്നു. കൂടപ്പിറപ്പുകളെ, നാം ഈ ഭൂമിയിൽ ക്രിസ്തുവിന്റെ പകരക്കാരാണ്. നാം ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ടവരാണ്. നമ്മിൽ കൂടിയുള്ള വചന ശുശ്രൂഷയാൽ അനേകർ വിടുവിക്കപ്പെടേണ്ടതുണ്ട്. തിരുവചനത്തിലെ ചിന്തകൾ മറ്റുള്ളവരോട് പറയുന്നവർ, തിരുവചന ഘോഷണം അനേകരിലേക്ക് എത്തിക്കുന്നവർ തങ്ങൾക്ക് ലഭിക്കപ്പെട്ട ഈ ദൈവകൃപയെ, ഈ സുവിശേഷ പദവിയെ എന്ത് വില കൊടുത്തും നിലനിർത്തേണം. അവരെ ദൈവത്തിൻ്റെ ആത്മാവ് ഏൽപ്പിച്ച ആ ഭാരിച്ച, ആ വിലയേറിയ ഉത്തരവാദിത്വം എന്ത് ത്യാഗം സഹിച്ചും വിശ്വസ്തയോടെ ഭംഗിയായി നിറവേറ്റണം എന്നതത്രേ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കൂടപ്പിറപ്പുകളെ,
സുവിശേഷം അനേകരിലേക്ക് എത്തിക്കാൻ, ദൈവത്തിൻ്റെ വചനം അനേകരിലേക്ക് എത്തിക്കാൻ നമുക്ക് ലഭിച്ച പദവി അതെന്ത് വില കൊടുത്തും നിലനിർത്തണം. അതിനെ തടയുവാനുള്ള സാത്താന്യ തന്ത്രത്തെ ആത്മീയ നിലവാരം ഉപയോഗിച്ച് പരിഹരിക്കുകയും സാത്താന്റെ ലക്ഷ്യത്തെ തകർത്ത് കളയുകയും ചെയ്യുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന നല്ല അവസരത്തിനായി, സാവകാശത്തിനായി നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ മക്കളെ ഇന്ന് പകലിൽ ബലപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ അത് പിറുപിറുപ്പ് കൂടാതെ വിശ്വസ്തയോടെ ചെയ്തു പൂർത്തീകരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഞങ്ങളെ ഉത്തരവാദിത്വത്തിൽ ഞങ്ങൾ ഒഴിഞ്ഞു പോകുവാൻ തക്കവണ്ണം പിശാച് വിവിധ നിലയിലുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആ തന്ത്രത്തിൽ വീഴ്ത്തപ്പെടാനിടയാകാതെ ശ്രദ്ധയോടെ കാൽച്ചുവടുകൾ വെച്ച് മുന്നേറുവാൻ ഇന്ന് പകലിലും ഞങ്ങളെ ബലപ്പെടുത്തിക്കാട്ട്. പരിശുദ്ധനായ കർത്താവിൻ്റെ സഹായം ഞങ്ങൾ ചോദിക്കുന്നു. ഇന്ന് പകൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവെ ഉയരത്തിലെ ശക്തി പകരണമേ. നിന്റെ കുഞ്ഞുങ്ങൾ വിടുവിക്കപ്പെടട്ടെ. ഇന്നിൻ്റെ മറുപടികളും ഞങ്ങൾക്ക് ആവശ്യമാണ്. അത് കൽപ്പിച്ച് അയച്ച് ഞങ്ങളെ മാനിക്കണം. മഹത്വം അങ്ങയ്ക്ക്. സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. Hare